ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മന്ത്രി പദവിയിൽ അനിശ്ചിതത്വമുണ്ട്, സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിൽ എന്തോ അനിശ്ചിതത്വം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ബി ബാലഗോപാൽ അതിന്റെ വിവരങ്ങൾ നൽകും. ബാലു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്ന് പറയുന്നത്? ഇത്രയും നേരവും കേന്ദ്രമന്ത്രിയാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നല്ലോ. പൂജ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് ഈ ചായ സൽക്കാരം നടത്തുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിലാണ് ഈ ചായ സൽക്കാരം നടക്കുന്നത്. ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് ഉള്ള ക്ഷണം നിലവിൽ നിയുക്ത കേന്ദ്രമന്ത്രിമാരിൽ പലർക്കും ലഭിക്കുന്നുണ്ട്. അതിൽ അമിത്ഷാ, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അർജുൻ സിംഗ് മേഘ്വാൾ തുടങ്ങിയ പല മുതിർന്ന നേതാക്കൾക്കും, ബിജെപിയുടെ പല മുതിർന്ന നേതാക്കൾക്കും ഇതിനോടൊപ്പം തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹിയിൽ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഈ അറിയിപ്പൊന്നും ലഭിക്കാത്തതിനാലാണ് അദ്ദേഹത്തിന്റെ യാത്ര വൈകുന്നതെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതായത് രാവിലെ 11:30 പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചായ സൽക്കാരത്തിൽ ഏതായാലും സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ബിജെപി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രധാനമന്ത്രി രാവിലെ 11:30 ഇന്ന് വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ എന്നിവർക്ക് ഈ ചായ സൽക്കാരം നടത്തുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുവാൻ വേണ്ടി പ്രധാനമന്ത്രി ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 1ാം ഘട്ടത്തിൽ ഈ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ ഘടകകക്ഷികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളും മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുക. അതുപോലെ തന്നെ ചില സഹമന്ത്രിമാർ മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുക. ഏതാണ്ട് 35ഓളം പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് 2ാം ഘട്ട വികസനം പിന്നീട് നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി 12ാം തീയതി അദ്ദേഹം വിദേശത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഈ വിദേശത്ത് നിന്ന് അദ്ദേഹം 15ാം തീയതി മടങ്ങി വരും. 18നോ 19നോ ആയിരിക്കും ഈ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ ഈ പുതിയ MP-മാരുടെ സത്യപ്രതിജ്ഞ, അതുപോലെ തന്നെ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് 2ാം ഘട്ട ഈ വികസനം, അതായത് മന്ത്രിസഭയുടെ വികസനം നടക്കുവാൻ വേണ്ടി സാധ്യത. ഏതായാലും 1ാം ഘട്ടത്തിൽ ചുമതലയേൽക്കുന്നവരുടെ പട്ടികയിൽ സുരേഷ് ഗോപി ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കുറഞ്ഞു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാവിലെ 6:30 അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ആ വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പല പ്രമുഖ BJP നേതാക്കളും ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷ് ഗോപി അതിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം 8:30 ഈ ഡൽഹിയിലേക്ക് വരുന്ന, അതായത് ബോംബെ വഴി ഡൽഹിയിലേക്ക് വരുന്ന വിമാനത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ അതിലും അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് വൈകിട്ടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന് നിയുക്ത MP എന്ന നിലയിൽ ക്ഷണമുണ്ട്. പക്ഷേ നിയുക്ത കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പൂജ, ബാലു, മോദി ആദ്യം പറഞ്ഞപ്പോൾ പോലും കേരളത്തിലെ വിജയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം ഉറപ്പിച്ചതാണ് സുരേഷ് ഗോപി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യം. ഇപ്പോൾ ക്ഷണമില്ല എന്ന് പറയുമ്പോഴും കേന്ദ്രമന്ത്രി ആകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ എന്നാലും ഈ ഒരു 1ാം ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ ആദ്യം അക്കൗണ്ട് തുറന്നയൊക്കെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. സത്യപ്രതിജ്ഞയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ, അതിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും, അത് ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കാമോ? കാരണം എങ്ങനെയായിരിക്കും, ഏതെല്ലാം പ്രധാനപ്പെട്ട ആളുകളായിരിക്കും എത്താനുള്ള സാധ്യത? ആ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ ഈ BJP വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന എങ്ങനെയാണ്? പൂജ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ വേണ്ടി ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ നിയുക്ത കേന്ദ്രമന്ത്രിമാരോട് രാവിലെ 11:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ എത്തിച്ചേരുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ഈ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് ചായ സൽക്കാരം നൽകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഈ
രാജ്ഘട്ടിൽ സന്ദർശിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം യുദ്ധ മെമ്മോറിയലിൽ, വാർ മെമ്മോറിയലിലെത്തി അവിടെയും പുഷ്പചക്രം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലെത്തിയത്. 7 ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു വിവിധ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണം ക്ഷമിക്കണം, ഈ നിയുക്ത കേന്ദ്രമന്ത്രിമാരായി നിയമിച്ചുവെന്നും പ്രധാനമന്ത്രി ഹോസ്റ്റ് ചെയ്യുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് പോകുന്നത്. അതിൽ ആദ്യം ഈ അറിയിപ്പ് ലഭിച്ചത് നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കായിരുന്നു. തുടർന്ന് രാജ്നാഥ് സിംഗ്, BJP മുൻ ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായ അർജുൻ മേഘ്വാൾ തുടങ്ങിയ പല നേതാക്കൾക്കും അങ്ങനെ ഈ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഘടകകക്ഷി നേതാക്കളെ സംബന്ധിച്ചും ആ അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. TDP അംഗം റാം മോഹൻ നായിഡുവിനെ വിളിച്ച് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സുരേഷ് ഗോപി തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഡൽഹിയിൽ എത്തിയെന്ന് ഒരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കാരണം ഇന്നലെ വൈകിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഡൽഹിക്ക് വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഈ സുരേഷ് ഗോപിക്ക് ഈ നിയുക്ത MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള അറിയിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അറിയിപ്പ് പോയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഉച്ചയ്ക്ക് 12:30 വിസ്താര എയർലൈൻസ് ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് 12:30 വിമാനത്തിൽ തിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 3:15-3:30 മണിയോടുകൂടി അദ്ദേഹത്തിന് ഡൽഹിയിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സുരേഷ് ഗോപിക്ക് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അക്കാര്യം സ്ഥിരീകരിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പൂജ.